Hello friends, I am Tulasi. Welcome to fourth dimension. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ഇലക്ട്രോമാഗ്നെറ്റിക് ഇൻഡക്ഷൻ നമ്മൾ പഠിച്ചത്. അടുത്ത ഇലക്ട്രോമാഗ്നെറ്റിക് ഇൻഡക്ഷൻ ഡെഫിനിഷനും പിന്നെ ലോസ് ഓഫ് ഇലക്ട്രോമാഗ്നെറ്റിക് ഇൻഡക്ഷനകത്ത് ഫാരഡേസ് ലോയും അതുപോലെ തന്നെ ലെൻസസ് ലോയും കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞു അല്ലേ. ആൻഡ് ടുഡേ വി വിൽ ഡിസ്കസ് മോഷണൽ EMF. അപ്പം നമ്മുടെ ഡിസ്കഷൻ പോകേണ്ടത് മോഷണൽ EMFിലേക്കാണ്. ഈ മോഷൻ EMF എന്ന് പറഞ്ഞ ടേം കണ്ടാൽ തന്നെ നമുക്ക് അതിനകത്തൊരു മോഷനും അതുപോലെ തന്നെ EMFും ഇൻവോൾവ് ആണ്. അപ്പോൾ ഒരു സംശയം വരും, അവിടെ ആരാണ് മൂവ് ചെയ്യുന്നത്? ശരിക്കും മോഷൻ EMFിനകത്ത് മൂവ് ചെയ്യുന്ന ഒരു കണ്ടക്ടറാണ്. ആൻഡ് വേർ ഇറ്റ് ഈസ് മൂവിങ്? ഇറ്റ് ഈസ് മൂവിങ് ഇൻസൈഡ് എ മാഗ്നറ്റിക് ഫീൽഡ്. ദെൻ വാട്ട് ഈസ് ദ റിസൾട്ട് ഓർ അല്ലെ വാട്ട് ഹാപ്പൻസ് അല്ലേ? ഈ സമയത്ത് നമ്മൾ കാണുന്നത് ബിറ്റ്വീൻ ദ എൻഡ്സ് ഓഫ് ദ മൂവിങ് കണ്ടക്ടർ ആൻഡ് EMF ഈസ് ഇൻഡ്യൂസ്ഡ്. ഇതാണ് കാണുക. സോ വാട്ട് ഈസ് മോഷൻ EMF? ഇറ്റ് ഈസ് എ EMF produced across the ends of a conductor due to its motion inside a magnetic field. അതാണ് മോഷണൽ EMF എന്ന് പറയുന്നത്. അപ്പം അതിനെ നമ്മൾ മനസ്സിലാക്കാൻ വേണ്ടി വി ആർ ടേക്കിംഗ് ആൻ എക്സാമ്പിൾ ഇൻ വിച്ച് യു ക്യാൻ സീ എ പ്ലെയിൻ ഈസ് ഫ്ലൈയിങ് horizontally. That is a plane. And this plane is flying horizontally. And when the plane is flying horizontally, through which field it is actually passing? Which magnetic field it is passing? എർത്തിന് ചുറ്റും ഒരു മാഗ്നറ്റിക് ഫീൽഡ് ഉണ്ട്. ഈ മാഗ്നറ്റിക് ഫീൽഡിൽ കൂടെ ആയിരിക്കും ഈ ഓബ്ജക്റ്റുകളൊക്കെ മൂവ് ചെയ്യുന്നത്. അപ്പോൾ നമ്മുടെ പ്ലെയിന് മൂവ് ചെയ്യുന്നത് എർത്തിന് ചുറ്റുമുള്ള മാഗ്നറ്റിക് ഫീൽഡിൽ കൂടെയാണ് മൂവ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതിന് ഈ രണ്ട് കോമ്പോണൻസ് ഉണ്ടാകും ഈ മാഗ്നറ്റിക് ഫീൽഡ്. ഒന്ന് ഹൊറിസോണ്ടൽ, പിന്നെ മറ്റൊന്ന് വെർട്ടിക്കൽ. അപ്പോൾ ഈ പ്ലെയിൻ ഫ്ലൈ ചെയ്യുന്ന സമയത്ത് അവിടുത്തെ കണ്ടക്ടറായിട്ട് ഫങ്ഷൻ ചെയ്യുന്നത് അതിൻ്റെ വിങ്സ് ആണ്. അതാണ് കണ്ടക്ടർ. ആൻഡ് വെൻ ഇറ്റ് ക്രോസസ് ദ വെർട്ടിക്കൽ കോമ്പോണൻറ്റ് ഓഫ് മാഗ്നറ്റിക് ഫീൽഡ് അറ്റ് ദ ടീം ആ EMF ഈസ് ഇൻഡ്യൂസ്ഡ് ആണല്ലോ. ഇങ്ങനെ വെർട്ടിക്കൽ ഫീൽഡിൽ കൂടെ ക്രോസ് ചെയ്ത് പോകുന്ന സമയത്ത് അവിടെ ചുറ്റിക്കുന്ന ഫ്ലക്സിന് വ്യത്യാസം വരില്ലേ. അപ്പം അതിൻ്റെ ടിപ്സിനിടയ്ക്കായിട്ട് ആ വിങ്സിൻ്റെ ടിപ്സിനിടയ്ക്കായിട്ട് ഒരു EMF ഇൻഡ്യൂസ് ചെയ്യും. ആ ഇൻഡ്യൂസ്ഡ് EMF എന്ന് പറയുന്നത് ദറ്റ് ഈസ് മോഷണൽ EMF. ഇതേപോലെ തന്നെ ഈ വെഹിക്കിൾസിലൊക്കെ എപ്പോഴും ഏരിയൽ ഫിക്സ് ചെയ്യും. അതൊരു കണ്ടക്ടറാണ്. ആൻഡ് വെൻ ദ വെഹിക്കിൾ ഈസ് ഇൻ മൂവ്മെൻറ്റ് ദ ഏരിയൽ ഈസ് മൂവിങ് ത്രൂ ദ എർത്ത് മാഗ്നറ്റിക് ഫീൽഡ്. അത് വെർട്ടിക്കലോ ഹൊറിസോണ്ടലോ ഒക്കെ ആയിക്കോട്ടെ, അതിൽ മൂവ് ചെയ്യും. അപ്പോൾ ഏരിയലിന് ചുറ്റും നിൽക്കുന്ന ഫ്ലക്സിൽ വ്യത്യാസം വരുമല്ലോ. അപ്പോൾ എന്ത് ചെയ്യും? അതിലേക്ക് ഒരു EMF ഇൻഡ്യൂസ് ചെയ്യും. അതിൻ്റെ രണ്ട് എൻഡുകൾക്കിടയിലായിട്ട് ആ EMF ഈസ് ഇൻഡ്യൂസ്ഡ് ആൻഡ് ദറ്റ് ഈസ് ഓൾസോ മോഷണൽ EMF. മനസ്സിലായില്ലേ? അപ്പോൾ ഈ മോഷണൽ EMF നമ്മളിങ്ങനെ പറഞ്ഞെങ്കിലും വി ഹാവ് ടു എസ്റ്റിമേറ്റ് ദ വാല്യൂ ഓഫ് ദ മോഷണൽ EMF ഓൺ ദ ബേസ് ഓഫ് എ പർട്ടിക്കുലർ ഫോർമുല. അപ്പോൾ ആ ഫോർമുല നമുക്ക് കണ്ടുപിടിക്കാൻ വേണ്ടി വി ആർ റെഫറിംഗ് ദിസ് പർട്ടിക്കുലർ ഫിഗർ. ഈ ഫിഗറിനകത്ത് വി ക്യാൻ സീ എ റെക്റ്റാങ്കുലർ ഷേപ്ഡ് കണ്ടക്ടർ PQRS കാണുന്നുണ്ടല്ലോ. PQRS എന്ന് പറയുന്ന റെക്റ്റാങ്കുലർ ഷേപ്ഡ് ഒരു കണ്ടക്ടർ അല്ലെങ്കിൽ ക്ലോസ് ലൂപ്പ് നമുക്ക് പറയാം. ഇൻ വിച്ച് PQ is free to move towards left with a constant velocity v. അപ്പോൾ അതിനകത്ത് PQന് ഒരു ഫ്രീഡം ഉണ്ട്. ഇറ്റ് ക്യാൻ മൂവ് വിത്ത് എ കോൺസ്റ്റന്റ് വെലോസിറ്റി ടുവേഴ്സ് ലെഫ്റ്റ്. നമുക്ക് അടുത്തോട്ട് ഇങ്ങനെ മൂവ് ചെയ്യാനുള്ള ഒരു ഫ്രീഡം അതിന് മാത്രമുണ്ട്. മോറോവർ they are applying a uniform and time independent magnetic field in a direction which is perpendicular to the plane of the loop. ഈ ലൂപ്പിൻ്റെ പ്ലെയിന് പെർപെൻഡിക്കുലർ ആയിട്ട് ഒരു മാഗ്നറ്റിക് ഫീൽഡ് അപ്ലൈ ചെയ്തിരിക്കുന്നു. അതിനെയാണ് അവർ ഈ ക്രോസ് സിമ്പിൾ കൊണ്ട് റെപ്രസെൻറ്റ് ചെയ്തിരിക്കുന്നത്. അതിനെയാണ്. അപ്പം നമുക്ക് ആ അറേഞ്ച്മെൻറ്റ്സ് പറഞ്ഞാൽ ഹൊറിസോണ്ടലാണെന്ന് വിചാരിക്കാം. ഇപ്പം നമ്മുടെ കണ്ടക്ടറും ലൂപ്പ് എന്നാണ് ഉദ്ദേശിക്കുന്ന ലൂപ്പ് എന്ന് പറയുന്നത് ഇങ്ങനെ ഇരിക്കുകയെന്ന് വെച്ചു. ഇതാണ് നമ്മുടെ ലൂപ്പ്. അപ്പോൾ ഈ ലൂപ്പിൻ്റെ പ്ലെയിന് പെർപെൻഡിക്കുലർ എന്ന് പറയുമ്പോൾ ഇത് വെർട്ടിക്കലി ഡൗൺവേർഡ് ആകാം, വെർട്ടിക്കലി അപ്വേർഡ് ആകും. ഇപ്പം നമ്മൾ അസ്യൂം ചെയ്തിരിക്കുന്നത് വെർട്ടിക്കൽ ഡൗൺവേർഡ് ആയിട്ട് നമ്മൾ അപ്ലൈ ചെയ്തിരിക്കുന്നു എന്ന് നമ്മൾ അസ്യൂം ചെയ്യുന്നു. ദ മാഗ്നറ്റിക് ഫീൽഡ് ഈസ് അപ്ലൈഡ് ഇൻ ദ വെർട്ടിക്കൽ ഡൗൺവേർഡ് ഡയറക്ഷൻ പെർപെൻഡിക്കുലർ ടു ദ പ്ലെയിൻ ഓഫ് ദ ലൂപ്പ്. അങ്ങനെ അപ്ലൈ ചെയ്തിരിക്കുന്നു. മനസ്സിലായിട്ടോ? ഈ അറേഞ്ച്മെൻറ്റ് കാണാം. അവിടെ നമ്മൾ ബിന്ന് ആ മാഗ്നറ്റിക് ഫീൽഡിൻ്റെ സ്ട്രെങ്ത് കൊടുത്തിട്ടുണ്ട്. ഇവിടെ ശ്രദ്ധിച്ച് നോക്കി, ഈ മാഗ്നറ്റിക് ഫീൽഡിൻ്റെ സ്ട്രെങ്ത് എത്ര വന്നിരിക്കുന്നത്? B ആണ്. ആൻഡ് വെൻ the conductor PQ is at this particular position, inside PQRS there comes certain area. അതായത് ഈ ക്ലോസ് ലൂപ്പ് എപ്പോഴും കുറച്ച് ഏരിയ എൻക്ലോസ് ചെയ്യും. ആ ഏരിയ എൻക്ലോസ് ചെയ്യുന്ന ഭാഗത്തോടാണ് ഈ മാഗ്നറ്റിക് ഫീൽഡ് ഇങ്ങനെ കടന്നു പോകുന്നത്. മനസ്സിലായല്ലോ? അങ്ങനെയാണെങ്കിൽ ഈ കണ്ടക്ടർ ബാക്കിലേക്ക് മൂവ് ചെയ്യാത്ത അവസ്ഥ എന്താ? PQ പുറകോട്ട് വരികയാണെങ്കിൽ ഏരിയ എൻക്ലോസ്ഡ് ബൈ ദ ക്ലോസ്ഡ് ലൂപ്പ് ചേഞ്ചസ്. അതിൽ കൂടാണല്ലോ മാഗ്നറ്റിക് ഫ്ലക്സ് കടന്നു പോകുന്നത്. അപ്പോൾ ഏരിയ കുറയുകയാണെങ്കിൽ ഫ്ലക്സ് ഡിപ്പെൻഡ്സ് ഓൺ ഏരിയ. നമ്മുടെ ഫോർമുലയുണ്ട് φ =
BA cos theta, that is the formula used for finding out the flux through a particular place. അത് കണ്ടുപിടിക്കുന്ന ഫോർമുലയാണ് BA cos theta എന്ന് പറയുന്നത് അല്ലേ. അതിനകത്ത് ഏരിയ ഉണ്ടല്ലോ. അപ്പോൾ ഏരിയ ഡിക്രീസ് ചെയ്താൽ ഫ്ലക്സ് ഓൾസോ ഡിക്രീസസ് ആയിരിക്കും. അപ്പോൾ ഈ കണ്ടക്ടർ ബാക്കിലേക്ക് മൂവ് ചെയ്യുമ്പോൾ ഏരിയ എൻക്ലോസ്ഡ് ബൈ ദ ക്ലോസ്ഡ് ലൂപ്പ് ഡിക്രീസസ് ദെയർ. സോ വാട്ട് ഹാപ്പൻസ്? ദ ഫ്ലക്സ് ഓഫ് ദ കോയിൽ, flux of the coil means flux of the not coil, the flux of the closed loop decreases. അപ്പോൾ ഫ്ലക്സിന് ചേഞ്ച് വന്നു, ഫ്ലക്സ് കുറയുകയാണ് ചെയ്യുന്നത്. ഫ്ലക്സ് കുറഞ്ഞു കഴിഞ്ഞാൽ എന്ത് ചെയ്യും? ആൻഡ് EMF is induced, and this EMF is induced between the ends of the conductor peak. അപ്പോൾ പിയിലും ക്യൂവിനും ഇടയ്ക്കായിട്ട് ഒരു EMF ഇൻഡ്യൂസ് ചെയ്യും, ആൻഡ് ദാറ്റ് ഈസ് മോഷണൽ EMF. ഈ മോഷണൽ EMF നമുക്ക് കണ്ടുപിടിക്കാൻ വേണ്ടി നമ്മൾ ഇവിടെ അറിയാം മാഗ്നറ്റിക് ഫീൽഡ് അപ്ലൈ ചെയ്തിരിക്കുന്നത് ഈ ക്ലോസ് ലൂപ്പിൻ്റെ പ്ലെയിന് പെർപെൻഡിക്കുലർ ആണ്. അതുകൊണ്ട് ഫ്ലക്സ് കണ്ടുപിടിക്കണമെങ്കിൽ ഇറ്റ് ഈസ് ടേക്കൺ ആസ് എ പ്രോഡക്റ്റ് ഓഫ് സ്ട്രെങ്ത് ഓഫ് ദ മാഗ്നറ്റിക് ഫീൽഡ് ആൻഡ് ദ ഏരിയ എൻക്ലോസ്ഡ് ബൈ ദ ലൂപ്പ്. സോ B into A. And for estimating the value of area, we are taking the side RS, and this RS is taken as equal to L. Then PQ can move. അതുകൊണ്ട് ഒരു പ്രത്യേക ഇൻസ്റ്റൻറ്റിൽ ഈ R മുതൽ Q വരെയുള്ള ഈ ഡിസ്റ്റൻസ് നമുക്ക് എത്ര എടുക്കാം? ദാറ്റ് ഈസ് ടേക്കൺ ആസ് X. Then at that instant, how much is the area enclosed by the closed loop? That is A is equal to L into X. Then we can put the value of this area in the expression for the flux. Then phi is equal to B into L into X. This is a flux enclosed by the closed loop at that particular instant. Then how can you find out the value of the induced EMF when the conductor PQ is moving in the backward direction with a constant velocity? For that you are taking the expression obtained from Lenz's law and Faraday's law, that is E is equal to minus d phi divided by dt. ഈ ഫോർമുല എടുക്കുക. ഇവിടെ ഫൈയുടെ വാല്യൂ ഇവിടെ പ്രൊവൈഡഡ് അല്ലേ, ഈ വാല്യൂ ഇവിടെ കൊടുത്തു കഴിഞ്ഞാൽ E is equal മൈനസ് d by dt of B into L into X. In this expression, the strength of magnetic field is a constant value because it is uniform, and the side RS as a constant length ആണ്. അപ്പോൾ നമുക്ക് ബിയും എല്ലും കോൺസ്റ്റൻസ് ആയതുകൊണ്ട് ഡിഫറൻസിയേഷൻ പുറത്തെടുക്കാം. സോ E becomes equal to മൈനസ് B into L into dx divided by dt. അപ്പോൾ d by dt എന്ന് പറഞ്ഞ ഓപ്പറേറ്റർ എക്സിനാണ് നമ്മൾ കൊടുക്കുന്നത്. ദാറ്റ് ഈസ് വേരിയബിൾ വെൻ ദ കണ്ടക്ടർ ഈസ് മൂവിങ് ബാക്ക്വേർഡ്. അതുകൊണ്ട് മൈനസ് B into L into dx divided by dt എന്ന് എടുക്കാം. But what is dx by dt? That is the displacement divided by time, or change of position divided by time. That is velocity. So in the place of dx by dt, therefore we can write dx by dt is equal to the velocity. അവിടെ കാണിച്ച വെലോസിറ്റി തന്നെയാണ്. dx by dt is equal to v. Therefore E is equal to minus B L V. BLV. But when you observe the direction of the velocity is in the direction of decrease in value of x. That means towards left. Therefore, the sign of v is negative. അപ്പോൾ നമുക്ക് ഇവിടെ ഈ ഇക്വേഷനകത്ത് അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം? ദാറ്റ് ഈസ് ഈക്വൽ മൈനസ് ബി ഇൻറ്റു എൽ ഇൻറ്റു മൈനസ് വി എന്ന് കൊടുത്താൽ ഈ മൈനസ് ഇൻറ്റു മൈനസ് പ്ലസ് ആകത്തില്ലേ. സോ ദ എക്സ്പ്രഷൻ ഫോർ ദി ഇൻഡ്യൂസ്ഡ് EMF becomes E is equal to B ഇൻറ്റു എൽ ഇൻറ്റു വി. E is equal to BLV. ഇതാണ് ഇൻഡ്യൂസ്ഡ് EMF കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ എന്തായിരിക്കും. അപ്പോൾ ഇൻഡ്യൂസ്ഡ് EMF ആരെയൊക്കെ ഡിപ്പെൻഡ് ചെയ്യും? സ്ട്രെങ്ത് ഓഫ് മാഗ്നറ്റിക് ഫീൽഡ്, length of the conductor, and the velocity with which it is moving inside the magnetic field. Whenever this induced EMF is produced in the circuit and induced current also provided, the circuit is a closed one. അതായത് ഒരു ലൂപ്പ് ആയിരിക്കണം. അതായത് ക്ലോസ്ഡ് ആയിട്ട് ഒരു സർക്യൂട്ട് ആണെങ്കിൽ അവിടെ ഒരു കറണ്ട് ഉണ്ടാകും. ഇവിടെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ PQRS is a closed loop, so that when this EMF is induced, a induced current is also produced in that circuit. And for finding out the direction of the induced current, we are applying the Fleming's right hand rule. And for explaining the Fleming's right hand rule, we are extending. അതായത് ഇത് ഫോർ ഫിംഗർ, തമ്പ് ആൻഡ് മിഡിൽ ഫിംഗർ ഓഫ് ദ റൈറ്റ് ഹാൻഡ് ഇൻ മീറ്റ്സ് ദി പെർപെൻഡിക്കുലർ ഡയറക്ഷൻ. അങ്ങനെ എക്സ്റ്റെൻഡ് ചെയ്യാം. ഇതിൽ നമ്മൾ ഫോർ ഫിംഗർ എന്ന് പറയുന്നത് ശരിക്കും ഇറ്റ് റെപ്രസെൻറ്റ്സ് ദ ഡയറക്ഷൻ ഓഫ് മാഗ്നറ്റിക് ഫീൽഡ്. കണ്ടില്ലേ? ഫോർ ഫിംഗർ റെപ്രസെൻറ്റ്സ് ദ ഡയറക്ഷൻ ഓഫ് മാഗ്നറ്റിക് ഫീൽഡ്,
thumb indicates the direction in which the conductor is moving. അപ്പം thumb indicates the direction of motion of the conductor. Then middle finger indicates the direction of the induced current. Middle finger direction of induced current. അപ്പോൾ ഈ റൂൾ വെച്ചിട്ട് നമുക്കത് കണ്ടുപിടിക്കാൻ പറ്റും. ഒന്നുകൂടെ നോക്കാം. അക്കോർഡിംഗ് ടു ഫ്ലെമിങ്സ് റൈറ്റ് ഹാൻഡ് റൂൾ, എക്സ്റ്റെൻഡ് thumb, forefinger and middle finger of the right hand in 3 mutually perpendicular directions such that forefinger indicates the direction of magnetic field. Thumb indicates the direction of motion of the conductor. Then middle finger gives the direction of induced current. അപ്പോൾ ഈ ഫിഗറിനകത്ത് സപ്പോസ് മാഗ്നറ്റിക് ഫീൽഡ് ഈസ് അപ്ലൈഡ് ഇൻ ദിസ് പർട്ടിക്കുലർ ഡയറക്ഷൻ, അതിൻ്റെ പ്ലെയിന് പെർപെൻഡിക്കുലർ ആയിട്ട്, അതായത് നമ്മുടെ ഫ്രണ്ടിൽ നിന്ന് ബാക്കിലേക്ക് ഇങ്ങനെ അപ്ലൈ ചെയ്യുന്നതായിട്ട് അസ്യൂം ചെയ്യുക ഇങ്ങനെ. ആൻഡ് ഇൻ വിച്ച് ഡയറക്ഷൻ ദ കണ്ടക്ടർ ഈസ് മൂവിങ്, നോക്കി ലെഫ്റ്റ് അല്ലേ, ലെഫ്റ്റ് ആകുമ്പോൾ തമ്പ് ഇൻഡിക്കേറ്റ്സ് ദ ഡയറക്ഷൻ ഇൻ വിച്ച് ദാറ്റ് കണ്ടക്ടർ ഈസ് മൂവിങ് വിത്ത് വെലോസിറ്റി വി, ഇങ്ങനെ മൂവ് ചെയ്യുന്നു. ദെൻ മിഡിൽ ഫിംഗർ ഇൻഡിക്കേറ്റ്സ് ദ ഡയറക്ഷൻ ഓഫ് കറണ്ട് ആണെങ്കിൽ പീക്കിൽ കൂടി പാസ് ചെയ്യുന്ന കറണ്ട് ഏത് ഡയറക്ഷൻ ആയിരിക്കും, നോക്കി ഡൗൺവേർഡ് അല്ലേ. അപ്പോൾ നമുക്ക് ഈ ഇങ്ങനെ നെക്സ്റ്റ് ഇങ്ങനെ പിടിക്കുകയാണെങ്കിൽ നിങ്ങൾ ആലോചിച്ച് ഈ മിഡിൽ ഫിംഗർ നിൽക്കുന്ന താഴേക്കല്ലേ അല്ലേ, അപ്പോൾ ഡയറക്ഷൻ വരുന്നത് എങ്ങോട്ടാന്ന് നോക്കി, ദിസ് ദ ഡയറക്ഷൻ ഓഫ് ദ ഇൻഡ്യൂസ്ഡ് കറണ്ട്. ഇങ്ങനെ നമുക്ക് എടുക്കാം, കണ്ടില്ലേ. അപ്പോൾ ഈ ഡയറക്ഷൻ ഒരു ഇൻഡ്യൂസ്ഡ് കറണ്ട് ഉണ്ടാകും. ആൻഡ് ദ ഡയറക്ഷൻ ഓഫ് ഇൻഡ്യൂസ്ഡ് കറണ്ട് ഈസ് ഗിവൺ ബൈ ഫ്ലെമിങ്സ് റൈറ്റ് ഹാൻഡ് റൂൾ. അപ്പോൾ ഇതിനകത്ത് നമ്മൾ അടുത്ത ഡിസ്കസ് ചെയ്യുന്ന റൊട്ടേഷൻ ഓഫ് എ കണ്ടക്ടറിനെ യൂണിഫോം മാഗ്നറ്റിക് ഫീൽഡ്. അപ്പോൾ ഒരു യൂണിഫോം മാഗ്നറ്റിക് ഫീൽഡിനകത്ത് ഒരു റോഡ് എടുക്കുക നിങ്ങൾ, എൽ ലെങ്തുള്ള റോഡ്, അത് റൊട്ടേറ്റ് ചെയ്യണം. അപ്പോൾ റൊട്ടേറ്റ് ചെയ്യുന്ന സമയത്ത് അതിൻ്റെ ഒരു എൻഡ് ഫിക്സഡ് ആയിരിക്കും, സെക്കൻഡ് എൻഡ് ഈസ് മൂവിങ് അലോങ് ദ സർക്കംഫറൻസ് ഓഫ് എ സർക്കിൾ ഓഫ് ലെങ്ത് എൽ, അങ്ങനെ കറങ്ങുകയാണ്. അപ്പോൾ ഇത് മാഗ്നറ്റിക് ഫീൽഡിനകത്ത്, ഈ മാഗ്നറ്റിക് ഫീൽഡ് ഇവിടെ അപ്ലൈ ചെയ്തേക്കുന്ന എങ്ങനെ തന്നെ, ഇറ്റ് ഈസ് അപ്ലൈഡ് പെർപെൻഡിക്കുലർ ടു ദ ലെങ്ത് ഓഫ് ദ റോഡ്. അപ്പോൾ അങ്ങനെ നമ്മുടെ മാഗ്നറ്റിക് ഫീൽഡ് ഇവിടെ ഇങ്ങനെ റെപ്രസെൻറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഈ മാഗ്നറ്റിക് ഫീൽഡിനകത്ത് റോഡ് ഇങ്ങനെ റൊട്ടേറ്റ് ചെയ്യുന്ന സമയത്ത് അക്രോസ് ദ എൻഡ്സ് ഓഫ് ദ റോഡ് ദർ ഈസ് ദ പ്രൊഡക്ഷൻ ഓഫ് ആൻ ഇൻഡ്യൂസ്ഡ് EMF. ആ ഇൻഡ്യൂസ്ഡ് EMF നമ്മൾ കണ്ടുപിടിക്കാൻ വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്ന ഒരു ഫോർമുലയുണ്ട്, E = ½ B L സ്ക്വയർഡ് ഒമേഗ. റൊട്ടേറ്റ് ചെയ്യുന്ന ഒരു ഓബ്ജക്റ്റിൻ്റെ വെലോസിറ്റി ആംഗുലർ വെലോസിറ്റി ആയിരിക്കും ഒമേഗ. എൽ എന്ന് പറഞ്ഞ ശരിക്കും അതിൻ്റെ ലെങ്ത് ആണ്, കണ്ടില്ലേ. ബിയോ ഏത് ഫീൽഡ് റൊട്ടേറ്റ് ചെയ്യുന്നോ ആ ഫീൽഡിൻ്റെ സ്ട്രെങ്ത് ആയിരിക്കും. അപ്പോൾ ഈ ഫോർമുല വെച്ച് കണ്ടുപിടിക്കാം. അതിൻ്റെ ഡെറിവേഷൻസ് മറ്റു കാര്യങ്ങളൊന്നും പറയുന്നില്ല, ജസ്റ്റ് ഒരു ഹിൻഡ് തരുന്നത് മാത്രമേ ഉള്ളൂ. അത്രയും സിലബസ് നമുക്ക് ആവശ്യമുള്ളൂ. ഈ ½ B L സ്ക്വയർഡ് ഒമേഗയാണ്. അപ്പം സിറ്റുവേഷൻ മനസ്സിലായല്ലോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ഓക്കെ, അപ്പം നമ്മളിവിടെ ഇന്നത്തെ ക്ലാസ് നിർത്തുകയാണ്. നിങ്ങൾ എൻ്റെ ക്ലാസ് സബ്സ്ക്രൈബ് ചെയ്യും എന്ന് ഞാൻ വിശ്വസിക്കുന്നു. നിങ്ങളൊന്ന് ലൈക്ക് ചെയ്യണം, അതേപോലെ തന്നെ ഒന്ന് ഷെയർ ചെയ്യണം. ഓക്കെ, താങ്ക് യു.